തൂക്കിയല്ലോ നാഥ. ഇസ്രായേൽ അവിടെ ദോഹയിൽ പോയി ബോംബ് പൊട്ടിച്ചു. നമ്മൾ വലിയ സമാധാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് ഇസ്രായേൽ ദോഹയിൽ പോയിട്ട് പൊട്ടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ച് നമ്മളുടെ ആരാധക വൃന്ദം നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് നോക്കി സംഭവം എന്താണെന്ന് നോക്കി. സംഭവം ഒറ്റ വാക്കിൽ തിരിച്ചൊരു ചോദ്യമേ ഉള്ളൂ. ഖത്തർ എന്തിനാണ് ഈ ഹമാസിനെ അവിടെ ഇങ്ങനെ കുടിയിരുത്തിയിരിക്കുന്നത്? അത് ഒന്നോ രണ്ടോ പേരൊന്നുമല്ല, ആയിരക്കണക്കിന് ഹമാസിൻ്റേതായിട്ടുള്ള ആളുകൾ, അവിടുന്ന് വിട്ടയക്കപ്പെട്ട പ്രിസണേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ഖത്തറിൽ ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഖത്തർ. ഇതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഖത്തർ ആ ഒരു സൗകര്യം അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്ന ചോദ്യം അപ്പോഴവിടെ ബാക്കിയാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും സംസാരിക്കുന്നൊന്നും കാണാറില്ല കേട്ടോ. പോട്ടെ, നമുക്കിപ്പോൾ അങ്ങനെയല്ലല്ലോ, നമുക്കതൊക്കെ ചോദിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയാണ്. എന്നോട് ചോദിച്ച ആളുകളോട് പറഞ്ഞ ആളോട് ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചുള്ളൂ, വൈ ഖത്തർ, വൈ ഹമാസ് ഇൻ ഖത്തർ? ഇതാണ് നമ്മുടെ ചോദ്യം. അതിനാർക്കും ഉത്തരവില്ല.